ഭീകരതയ്ക്കെതിരെ ഇന്ത്യക്കൊപ്പം ആഗോള സമൂഹവും ശബ്ദമുയർത്തുന്നതിനിടെയാണ് പാകിസ്ഥാനിൽ നിന്നൊരു വാർത്താചിത്രം പുറത്തുവന്നത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ ചിത്രം. പാക് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ദേശീയ പതാക അണിയിച്ച് ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ചടങ്ങുകൾ. പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറും പഞ്ചാബ് മുഖ്യമന്ത്രി മറിയൻ നവാസുമൊക്കെ പങ്കെടുത്തെന്നും പുഷ്പചക്രം അർപ്പിച്ചെന്നുമൊക്കെ റിപ്പോർട്ടുകളും വന്നു. മുരീദ്കയിലെ ലഷ്കർ-ഇ-തോയ്ബ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിന് നേതൃത്വം കൊടുത്തത് ഹാഫിസ് അബ്ദുർ റൌഫ് ആയിരുന്നു. പ്രാദേശിക മുസ്ലിം പുരോഹിതനും പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് അംഗവും എന്നാണ് പാകിസ്ഥാൻ റൌഫിന് നൽകുന്ന വിശേഷണം. അതേസമയം ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ മുതിർന്ന അംഗമായാണ് റൌഫ് അറിയപ്പെടുന്നത്. 2010 US സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റായി റൌഫിനെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനും ഭീകര സംഘടനകളും തമ്മിൽ തുടരുന്ന ചങ്ങാത്തത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിരുന്നു ആ ചിത്രം. പഹൽഗാം ആക്രമണത്തിന് മറുപടിയായുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ത്യ അറിയിച്ചിരുന്നു. പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമുള്ള ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ 9 കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൗലാന മസൂദ് അസറിന്റെ 2 സഹോദരി ഭർത്താക്കന്മാരായ ഹാഫിസ് മുഹമ്മദ് ജമീൽ, മുഹമ്മദ് യൂസഫ് അസർ, ലഷ്കർ-ഇ-തോയ്ബ കമാൻഡർമാരായ മുദാസർ ഹദിയാൻ, ഖാലിദ്, ജെയ്ഷെ മുഹമ്മദിന്റെ മുഹമ്മദ് ഹസൻ ഖാൻ എന്നിവർ കൊല്ലപ്പെട്ടതായി ഇന്ത്യ സ്ഥിരീകരിച്ചിരുന്നു. ജെയ്ഷെ മുഹമ്മദ് സുപ്രീം കമാൻഡറും കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരനുമായ കൊടും ഭീകരൻ അബ്ദുൾ റൌഫ് അസറും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഒറ്റനോട്ടത്തിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നിവയാണ് പാകിസ്ഥാന്റെ ഭീകരമുഖം. 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം തുടങ്ങി പഹൽഗാം ആക്രമണം വരെ ഇന്ത്യയിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളുമായി ഈ 3 സംഘടനകൾക്ക് ബന്ധമുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമായി ഇവർക്കൊപ്പം ചേരാനും സഹായിക്കാനുമായി ഒട്ടനവധി ചെറിയ സംഘടനകളുമുണ്ട്. പാക് ഇസ്ലാമിക സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ വിഭാഗമാണ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ. 1989 ഹിസ്ബുൾ മുജാഹിദ്ദീൻ സ്ഥാപിതമാകുന്നത്. പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ISIയുടെ ആശീർവാദത്തോടെയായിരുന്നു രൂപീകരണം. പാക് അധീന കാശ്മീരിലെ മുസാഫറാബാദ് ആസ്ഥാനമാക്കി പ്രവർത്തിച്ച ഹിസ്ബുൾ മുജാഹിദ്ദീന്റെ ലക്ഷ്യം ജമ്മു കാശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കുക എന്നതായിരുന്നു. 1500-ലധികം കേഡർമാരുടെ സംഘബലമുണ്ട് ഹിസ്ബുളിന്. സയ്യിദ് സലാഹുദ്ദീൻ എന്നും അറിയപ്പെടുന്ന മുഹമ്മദ് യൂസഫ് ഷായാണ് തലവൻ. ശ്രീനഗർ, കുപ്വാര, ബന്ദിപ്പോര, ബാരാമുള്ള, അനന്ത്നാഗ്, പുൽവാമ, ദോഡ, രജൌരി, പൂഞ്ച്, ഉദ്ധംപൂർ എന്നിവ ലക്ഷ്യമിട്ട് 5 ഡിവിഷനുകളിലായാണ് സംഘടനയുടെ പ്രവർത്തനം. ആസ്ഥാന കേന്ദ്രം പാക് അധിനിവേശ കാശ്മീരാണെങ്കിലും പാക് ഭരണകൂടവുമായും സൈന്യവുമായും ആശയവിനിമയം നടത്താൻ ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും പ്രത്യേക യൂണിറ്റുകളുണ്ട്. കാശ്മീരുമായി ബന്ധപ്പെട്ട കലാപത്തിന്റെ ചൂടേറ്റാണ് ഹിസ്ബുൾ പിറവിയെടുത്തതെങ്കിലും പ്രത്യയശാസ്ത്രപരമായ കലഹം സംഘടനയെ പിളർത്തി. അങ്ങനെ സലാഹുദ്ദീൻ പക്ഷവും ഹിലാൽ അഹമ്മദ് മിർ പക്ഷവും വന്നു. 1993 ഇന്ത്യയുടെ ഭീകരവിരുദ്ധ ആക്രമണങ്ങൾ ഉച്ചസ്ഥായിലെത്തിയപ്പോൾ മിർ ഉൾപ്പെടെ നിരവധി ഉന്നത നേതാക്കൾ ഇല്ലാതായി. കശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്ന ISI ധനസഹായം നൽകുന്ന ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടുമായി കാലങ്ങളായി ഹിസ്ബുൾ കൊമ്പ് കോർക്കുന്നുമുണ്ട്. 2002 ഉപാധികളോടെ വെടിനിർത്തലാകാമെന്നറിയിച്ച് സലാഹുദ്ദീൻ രംഗത്തെത്തിയിരുന്നു. അത് സംഘടനയുടെ ചീഫ് കമാൻഡർ അബ്ദുൾ മജീദ് ദറും ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥ സംഘവും തമ്മിലുള്ള ചർച്ചകൾക്കും വഴി തുറന്നിരുന്നു. എന്നാൽ മറ്റ് തീവ്രവാദ സംഘടനകൾ രംഗത്തെത്തിയതോടെ സലാഹുദ്ദീൻ ചർച്ചകൾ അവസാനിപ്പിച്ചു. കേഡർമാരെ പരിശീലിപ്പിക്കുന്നതിലും വിന്യസിക്കുന്നതിലും നേതൃപരമായ പങ്കുവഹിച്ചിരുന്ന ദറാകട്ടെ 2003 സോപ്പോറിൽ അജ്ഞാതരായ തോക്കുധാരികളാൽ കൊല്ലപ്പെട്ടു. സലാഹുദ്ദീനുമായി ഇടഞ്ഞ് ഹിസ്ബുളിൽ നിന്ന് പിളർന്ന സംഘമാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. അതിർത്തിയിലും ജമ്മു കാശ്മീരിലുമായി നിരവധി ആക്രമണങ്ങൾ ഹിസ്ബുൾ മുജാഹിദ്ദീൻ നടത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്കെതിരായ ആക്രമണങ്ങൾ, ജമ്മു കാശ്മീർ പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെയുള്ള ഗ്രനേഡ് ആക്രമണങ്ങൾ, സൈനിക ഉദ്യോഗസ്ഥർക്കെതിരായ ബോംബാക്രമണങ്ങൾ, 2011 ഡൽഹി ഹൈക്കോടതി സ്ഫോടനം എന്നിവയ്ക്കെല്ലാം സംഘടനയായിരുന്നു ഉത്തരവാദികൾ. അക്സാൻ ദർ, അഷ്റഫ് ദർ, മഖ്ബൂൽ അല്ല, ബുർഹാൻ വാണി, റിയാസ് നായിക്കു, സബ്സർ ഭട്ട് എന്നിങ്ങനെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ചില ഭീകരർ ഇന്ത്യയുടെ സുരക്ഷാ സേനയുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. 2017 ഹിസ്ബുൾ മുജാഹിദ്ദീനെ US ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആർമി ഓഫ് പ്യൂർ എന്ന വിളിപ്പേരുള്ള ലഷ്കർ-ഇ-തോയ്ബ 1990 അഫ്ഗാനിസ്ഥാനിലാണ് ഉദയം കൊണ്ടത്. 1993 സംഘടന അതിർത്തി കടന്ന് സാന്നിധ്യം വർദ്ധിപ്പിച്ചു. പാക് ഇസ്ലാമിക സംഘടനയായ മർക്കസ് ദവ വൽ ഇർഷാദാണ് ലഷ്കർ-ഇ-തോയ്ബയ്ക്ക് ഫണ്ട് ചെയ്യുന്നത്. കശ്മീരിന്മേലുള്ള ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന സംഘടന ഏഷ്യയിലെ എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും ഒന്നിക്കണമെന്നും ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വരണമെന്നുമൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. സംഘടനാ തലവൻ ഹാഫിസ് മുഹമ്മദ് സയ്യിദാണ് മുരിദ്കയിൽ ആസ്ഥാനം സ്ഥാപിച്ചത്. മുസാഫറാബാദ്, ലാഹോർ, പെഷവാർ, ഇസ്ലാമാബാദ്, റാവൽപിണ്ടി, കറാച്ചി, മുൾട്ടാൻ, കൊറ്റ, ഗുജറൻവാല, സിയാൽകോട്ട് എന്നിവിടങ്ങളിലും ലഷ്കർ താവളങ്ങളുണ്ട്. പാകിസ്ഥാനിലുടനീളം നിരവധി ഇസ്ലാമിക സ്ഥാപനങ്ങളും
സ്കൂളുകൾ, ക്ലിനിക്കുകൾ, സെമിനാറുകൾ എന്നിവയും നടത്തുന്നുണ്ട്. ഇന്ത്യ, US, ഇസ്രായേൽ രാജ്യങ്ങളാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും കൂടാതെ സുഡാൻ, ബഹ്റൈൻ, തുർക്കി, ലിബിയ എന്നിവിടങ്ങളിൽ നിന്നും ലഷ്കർ കേഡറുകളെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. ജമ്മു കാശ്മീരിൽ 700-ലധികം കേഡറുകളുള്ള സംഘടനയ്ക്ക് ചെച്നി, മധ്യേഷ്യ എന്നിവിടങ്ങളിലും സജീവ സാന്നിധ്യമുണ്ട്. അൽ-ഖ്വയ്ദ പോലുള്ള ഭീകര സംഘടനകളുമായി ലഷ്കർ എ തൊയ്ബ സജീവ ബന്ധം പുലർത്തുന്നുണ്ട്. 2002-ലെ അക്ഷർധാം ആക്രമണം, 2006-ലെ മുംബൈ ട്രെയിൻ ആക്രമണം, 2008-ലെ സെപ്റ്റംബർ 11 ആക്രമണം, വാരണാസി, ബംഗളൂരു, ന്യൂഡൽഹി, കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ എന്നിവിടങ്ങളിലെ സ്ഫോടന പരമ്പരകൾ, സുരക്ഷാ താവളങ്ങൾക്ക് നേരെ നടന്ന നിരവധി ചാവേർ ആക്രമണങ്ങൾ എന്നിങ്ങനെ മാരക ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ ലഷ്കർ എ തൊയ്ബയായിരുന്നു. 1999-ന് ശേഷമാണ് ഫിയാദിൻ എന്ന ചാവേർ ആക്രമണത്തിന് സംഘടന തുടക്കമിടുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വേഷം ധരിച്ചെത്തി സേനയുടെ താവളങ്ങൾ ആക്രമിക്കുകയും ജമ്മു കാശ്മീരിൽ മുസ്ലിങ്ങളല്ലാത്തവരെ വളഞ്ഞിട്ട് കൊലപ്പെടുത്തുന്ന സംഭവങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും US ഉൾപ്പെടെ രാജ്യങ്ങൾ ലഷ്കർ എ തൊയ്ബയെ നിയമവിരുദ്ധ സംഘടനയായും ഭീകര സംഘടനയായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരന്തര വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ 2002-ൽ പാക് സർക്കാർ സംഘടനയെ നിരോധിച്ചു. എന്നിട്ടും പാക് മണ്ണിൽ നിന്നുകൊണ്ട് അവർ ആക്രമണങ്ങൾ തുടർന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ മുരിദ്കയിലെ ലഷ്കറിന്റെ താവളങ്ങൾ കൂടി ഇന്ത്യ തകർത്തെറിഞ്ഞു. 2008 മുംബൈ ആക്രമണത്തിനായി അജ്മൽ കസബ്, ഡേവിഡ് ഹെഡ്ലി പോലുള്ള തീവ്രവാദികളെ പരിശീലിപ്പിച്ചത് ഈ കേന്ദ്രങ്ങളിലായിരുന്നു. 1999-ൽ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിയെടുത്തത് ഹർക്കത്ത് ഉൽ മുജാഹിദീൻ എന്ന ഭീകര സംഘടനയായിരുന്നു. സംഘടനാ സ്ഥാപകൻ മൗലാന മസൂദ് അസർ, കശ്മീരിൽ വിദേശ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയതിന് അറസ്റ്റിലായ മസൂദ് അസറിന്റെ അനുയായിയും ബ്രിട്ടീഷ് പൗരനുമായ അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ്, തീവ്രവാദ സംഘടനയായ അൽ മുമർ മുജാഹിദീൻ മുഖ്യ കമാൻഡർ മുഷ്താഖ് അഹമ്മദ് സർഗർ എന്നിവരെ മോചിപ്പിക്കണമെന്നായിരുന്നു ഭീകരരുടെ ആവശ്യം. മൗലാന മസൂദ് അസറിന്റെ സഹോദരൻ അബ്ദുൾ റൌഫ് അസറിന്റെ നേതൃത്വത്തിലായിരുന്നു വിമാനം റാഞ്ചൽ. ദൗത്യ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെ ഇന്ത്യക്ക് ഭീകരരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. മോചിതനായ ശേഷം 2000-ൽ ബഹാവൽപൂരിൽ വെച്ച് മൗലാന മസൂദ് അസറാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയ്ക്ക് തുടക്കമിട്ടത്. കശ്മീരിന്റെ വിമോചനമാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ആത്യന്തിക ലക്ഷ്യം. 2001-ലെ പാർലമെന്റ് ആക്രമണം, 2016-ലെ പത്താൻകോട്ട് വ്യോമത്താവള ആക്രമണം, 2019-ലെ പുൽവാമ ആക്രമണം തുടങ്ങിയ ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദികൾ ജെയ്ഷെ മുഹമ്മദാണ്. ISIൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ധനസഹായവുമുണ്ട്. 2001-ലെ പാർലമെന്റ് ആക്രമണത്തിന് പിന്നാലെ മസൂദ് അസർ അറസ്റ്റിലായെങ്കിലും 2002-ൽ ലാഹോർ ഹൈക്കോടതിയുടെ 3-അംഗ റിവ്യൂ ബോർഡിന്റെ ഉത്തരവനുസരിച്ച് വിട്ടയക്കപ്പെട്ടു. അതിനുശേഷം മസൂദ് അസർ എവിടെയാണെന്ന് അറിയില്ലെന്നായിരുന്നു പാക് വാദം. എന്നാൽ 2024 ഡിസംബറിൽ പുറത്തുവന്നൊരു പ്രസംഗം മസൂദ് അസർ ബഹാവൽപൂരിൽ തന്നെയുണ്ടെന്ന് അടിവരയിടുന്നതായിരുന്നു. മെയ് 7-ന് ഓപ്പറേഷൻ സിന്ദൂറിൽ ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങളും നശിപ്പിക്കപ്പെട്ടിരുന്നു. നിരവധി കുടുംബാംഗങ്ങൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി മസൂദ് അസർ അറിയിച്ചിരുന്നു. സഹോദരൻ അബ്ദുൾ റൌഫും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. തീവ്രവാദ സംഘടനകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന 12 ഗ്രൂപ്പുകളെങ്കിലും പാകിസ്ഥാനിലുണ്ടെന്നാണ് 4 വർഷം മുൻപ് US കോൺഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. അവയിൽ 5 എണ്ണം ഇന്ത്യയെ ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. സായുധ രാജ്യാന്തര തീവ്രവാദ ഗ്രൂപ്പുകളുടെ താവളമാണ് പാകിസ്ഥാൻ. ആഗോള ഭീകര സംഘടനകൾ, അഫ്ഗാനിസ്ഥാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവർ, കശ്മീരിനെയും ഇന്ത്യയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവർ, പ്രാദേശിക ഭീകര ഗ്രൂപ്പുകൾ, ഷിയ വിരുദ്ധ സംഘങ്ങൾ എന്നിങ്ങനെ 5 തരത്തിലാണ് ഇവിടെ പ്രവർത്തനമെന്നും റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽ-ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ പ്രൊവിൻസ്, അഫ്ഗാൻ താലിബാൻ, ഹക്കാനി നെറ്റ്വർക്ക്, തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ തുടങ്ങി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് വരെ നീളുന്നു തീവ്രവാദ സംഘങ്ങൾ. ഹിസ്ബുൾ മുജാഹിദീൻ, ലഷ്കർ എ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നിവയുടെ സഹായത്തോടെയും സഹകരണത്തോടെയുമാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇന്ത്യ വിരുദ്ധത ഊർജ്ജമാക്കി പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകൾക്ക് പാക് ഭരണകൂടവും സൈന്യവും ISI നൽകുന്ന പിന്തുണയും സാമ്പത്തിക സഹായവും ചെറുതല്ല. ഭീകര സംഘടനകൾക്ക് പരിശീലനവും ഫണ്ടിങ്ങും പിന്തുണയും നൽകുന്ന നീണ്ട ചരിത്രം പാകിസ്ഥാനുണ്ടെന്ന കാര്യം സമ്മതിക്കുമോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് പാക് പ്രതിരോധ മന്ത്രി ഖോജ മുഹമ്മദ് ആസിഫ് നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. 3 പതിറ്റാണ്ടായി ഈ വൃത്തികെട്ട ജോലി ഞങ്ങൾ ചെയ്യുന്നു. US-ന് വേണ്ടിയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം തെറ്റായിപ്പോയി, ഒരുപാട് അനുഭവിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും മാറാൻ പാകിസ്ഥാൻ തയ്യാറുണ്ടോ എന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ഏക ചോദ്യം.